ടീം സെലക്ഷന് പോകാൻ കേട്ടോ. മോളുടെ വോളിബോളിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ വെള്ളയാണി കാർഷിക കോളേജിൽ വെച്ചിട്ടാണ് സെലക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അവിടെ കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ട് സെലക്ഷന്. അപ്പോൾ സാർ അവിടെ എത്തിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവളെ കൊണ്ട് അവിടെ എത്തിച്ചിട്ട് എങ്ങനെയാണ് നോക്കണം, കിട്ടുമല്ലെന്ന് അറിയത്തില്ല. ആൾ കുറച്ച് ടെൻഷനാണ്. അപ്പോൾ ആളെയും കൊണ്ട് ഇങ്ങനെ പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി കേട്ടോ. ഒരു 10 മണിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ സാറ് പറഞ്ഞിരുന്നേ. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:30, 9, 10 മണിക്കകത്ത് വെച്ച് എത്തിയായിരുന്നു. ഇതായിരുന്നു കേട്ടോ സ്റ്റേഡിയം. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് ആയിരുന്നാലും വോളിബോൾ ആയിരുന്നാലും ബാസ്കറ്റ് ബോൾ ആയിരുന്നാലും എല്ലാത്തിൻ്റെ സെലക്ഷൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സാറന്മാരായിരുന്നാലും പേരൻസ് ആയിരുന്നാലും ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു 12 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു. പിന്നെ അവരെ ഇറക്കിയായിരുന്നു. അവർക്ക് പിന്നെ പ്രാക്ടീസിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. കുറച്ച് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മോളും വേറൊരു കുട്ടി 2 കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികളുടെ ഇതിൽ. ബാക്കി ആൺകുട്ടികളുടെ ഇതിലുണ്ടായിരുന്നു. അങ്ങനെ സാറിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ അങ്ങ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് സബ് ജില്ലയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷം കോർട്ടിലിറങ്ങാൻ പറ്റത്തില്ല, കാരണം അവർക്ക് പ്രാക്ടീസിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഇറക്കാമെന്നാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ സബ് ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാ, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. സെലക്ഷൻ കാർഷിക കോളേജ് വെള്ളയാണി കാർഷിക കോളേജ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ അകത്തു നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ കാർഷിക കോളേജ്. നല്ലൊരു ഏരിയക്കകത്താണ് കിടക്കുന്നത്. ഇതായിരുന്നു ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിനി വീട്ടിലേക്ക് പോട്ടെ. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പോവാം കേട്ടോ. അവിടേക്ക് വെള്ളം കഴിച്ചുകൊണ്ട് അത് സ്പ്രൈറ്റാണെന്ന് പറയണത്. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിയിട്ട് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടെത്തി. ഒരു ജോലിയും ചെയ്യാതെ രാവിലെ ഇറങ്ങി തിരിച്ചത് അമ്മയും മോളും കൂടിയിട്ട്. ഇനി വീട്ടിലെത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരുവാതിര പ്രാക്ടീസിന് പോകണം. എനിക്ക് വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, അതെല്ലാം ചെയ്തിട്ട് തിരുവാതിര പ്രാക്ടീസിന് പോയി അതെത്തുമ്പോഴത്തേക്ക് വീണ്ടും രാത്രിയാവും. എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് തിരുവാതിര പ്രാക്ടീസിൻ്റെ വീഡിയോ നാളെ കാണാം കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോ കട്ടാവുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മീഷോയിൽ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ ഒരു റിവ്യൂ പോലെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതും കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ ഫസ്റ്റ് ഒരു ട്രഡീഷണൽ സ്റ്റൈല് ലോട്ടസിൻ്റെയൊക്കെ മോഡൽ പോലെ വരുന്ന നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ. നമുക്ക് ഇയറിങ്സ് വരുന്നുണ്ട്. ഇതാണ് ഇയറിങ്സ്. അപ്പം നമുക്ക് അടുത്ത് വരുന്നത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു വാങ്ങിയ ഒരു 400 രൂപയായിരുന്നു. 400 രൂപ സംതിങ് ആയിരുന്നു വാങ്ങിയപ്പോഴത്തേക്ക്. എനിക്കൊന്ന് വേർത്ത് കേട്ടോ. വേർത്തെന്ന് പറഞ്ഞാൽ വേർത്താണ്. കാണിച്ചു തരാവേ എന്താന്ന്. നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിന് ഓണം വരുവല്ലേ. അപ്പം നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്ന തരത്തിലുള്ള ഒരു മാലയാണ് കേട്ടോ. കണ്ടായിരുന്നു? ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാവേ. അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തന്നെ ഒരു ഇതിൻ്റെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു ചോക്കർ ടൈപ്പ് കൂടെ ഉണ്ട്. അത് വൻപൊളിയാണ് കേട്ടോ. വൻപൊളി എന്ന് പറഞ്ഞാൽ പോലെ വേറും വൻപൊളി. അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ? ഇതാണ് കേട്ടോ അതിൻ്റെ ചെറിയൊരു അല വരുന്നത്. ഇതായിരുന്നു ഞാൻ കല്യാണത്തിന് ഇതായിരുന്നു ഇട്ടിരുന്നത്. ഇതിങ്ങനെ ചോക്കർ എന്ന് പറയാനും പറ്റത്തില്ല. അതിൻ്റെ ഒരു ചെറുത് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. അത് നമ്മുടെ കാണുന്ന ടൈപ്പ് ഒരു ഗോൾഡൻ അങ്ങനത്തെ ഒരു ഇതല്ല. ഇന്ന് നല്ലൊരു ആൻറ്റിക് ടച്ച് ആ ഒരു ടൈപ്പാണ് കേട്ടോ. കാണാനായിട്ട് നല്ല രസമാണേ. നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടാം. ആ ഒരു ടൈപ്പ്. ഇയറിങ്സ് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇയറിങ്സിനോട് എനിക്ക് താല്പര്യമില്ല. ഈ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. ഇയറിങ്സ് വരുമ്പോഴത്തേക്ക് അങ്ങനെ കുഴപ്പമില്ലല്ലേ.
ഈ ഇരിക്കുന്നതാണ് കേട്ടോ മെയിൻ നമ്മുടെ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു ഐറ്റം. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഐറ്റം. അടിപൊളി സാധനം കേട്ടോ. ഒരു 600 രൂപയായി ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക്. ഒരു 600 രൂപയായിരുന്നു കേട്ടോ ഇത്. ഇത് ചോക്കറാണേ. സ്റ്റേറ്റ്മെന്റ് പീസ്, ഒരു സിമ്പിൾ ഡ്രസ് ഇട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പീസായിട്ട് നമുക്ക് ഇതിടാം. ഇങ്ങനെ കണ്ടോ? പിന്നെ അതിൽ തന്നെ നമുക്ക് ഇയറിങ്സും ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇയറിങ്സ് സെപ്പറേറ്റ്, ഇയറിങ്സ് കൂടി ഇടുമ്പോഴത്തേക്ക് ഒരു ഒത്തിരി ഓവറായിരിക്കും. ഇയറിങ്സ് സെപ്പറേറ്റ്, നമുക്ക് ചോക്കർ സെപ്പറേറ്റ് അങ്ങനെ ഇടാം. ഇയറിങ്സ് തന്നെ അത്യാവശ്യം ബാക്ക് ടീക്കേ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതെവിടെ ഇടുമെന്ന് എനിക്കറിയാം.